Okay. Okay. മതി ചോദിച്ചു. അസ്സലാമലൈക്കും. നിങ്ങൾ ആദ്യം കണ്ടത് ഈ താത്തയുടെ അനിയത്തിയാണ്. നമ്മൾ ICUയിൽ പോയി കണ്ടത്. ഇവരുടെ പേര് സജിത എന്നാണ്. ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ആ ആക്സിഡന്റില് ഇവരുടെ വാള് ചതഞ്ഞു പോയിട്ട് ആ വാളൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി അപ്പുറത്തെ റൂമില്, ആ റൂമിൽ എത്ര 3 പേരുണ്ട് അല്ലേ? ഈ 3 പേര് കൂടി അപ്പുറത്തെ റൂമിലുണ്ട്. ഞാൻ അവരെയും കൂടി കാണിച്ചു തരാം. നമ്മള് നേരത്തെ കണ്ട ആ 2 പേരില് 3ാമത്തെ ആളാണ്, ഏറ്റവും താഴെയുള്ള അവരുടെ അനിയത്തിയാണ്. ഇവരുടെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഇവരുടെ ഈ തുടയില് പൊട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ നട്ടലിന് സ്ക്രാച്ചും, ഇവരുടെ ഈ കൈയും ഇവരുടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് അടുത്ത റൂമിൽ പോയിട്ട് ഞാൻ വേറെ കാണിച്ചു തരാം. ഇവരുടെ പേര് മെഹറാജ് എന്നാണ്. നമ്മള് നേരത്തെ കണ്ട ആ 3 താത്തമാരില് അവരിൽ ഏറ്റവും താഴെയുള്ള 4ാമത്തെ ആളാണ് ഇവര്. അങ്ങനെ ഏകദേശം ഈ ഒരു കുടുംബത്തിലെ 6 പേരാണ് ഈ ആശുപത്രിയിൽ ആക്സിഡന്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തുനിന്ന് പറയും. ഇവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാല് ആ ആക്സിഡന്റിൽ തലയ്ക്ക് പരിക്ക് പറ്റിയിട്ട് ഓർമ്മശക്തി നഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആശുപത്രിയുടെ പുറത്ത് നിന്നിട്ട് നമുക്ക് സംസാരിക്കാൻ. ഈ മോളുടെ പേര് ഇനായ ഫറഹത്ത് എന്നാണ്. നമ്മള് 3ാമത് കണ്ട താത്ത ഉണ്ടല്ലോ, ആ താത്തയുടെ മോളാണ്. ഈ കുട്ടിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇടുപ്പിന്റെ ഈ 2 ഭാഗവും ഇടുപ്പിന്റെ എല്ല് തകർന്നിട്ട് അവിടെ സ്റ്റീൽ ഇട്ടിരിക്കുക. അതാണ് ഈ കുട്ടിയുടെ പ്രശ്നം. ഇനി നമുക്ക് അടുത്ത കുട്ടിയെ കാണാം. ഈ കുട്ടിയുടെ പേര് നിഷ്ബ മെഹറിൻ എന്നാണ്. നമ്മൾ ആദ്യം കണ്ടില്ലേ ICUയിൽ കിടക്കുന്ന ഒരു താത്താനെ കണ്ടില്ലേ, ആ താത്തായുടെ മോളാണ്. ഈ കുട്ടിയുടെ എന്താന്ന് വെച്ചാല് ആക്സിഡന്റില് സ്പൈനൽ കോഡിനാണ് തകരാറ് പറ്റിയിട്ടുള്ളത്. അതായത് സ്പൈനൽ കോഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ഈ കുട്ടി കിടക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ആളെ ഞാൻ കാണിച്ചത്. അസ്സലാമു അലൈക്കും. ഞാൻ ഫിറോസ് കുന്നംപറമ്പിലാണ്. ഞാനിപ്പോൾ ഉള്ളത് കോവൈ മെഡിക്കൽ സെന്ററിലാണ്. ഒരാഴ്ച മുന്നേ പാലക്കാട് ഒരു ആക്സിഡന്റ് ഉണ്ടായതൊക്കെ നിങ്ങൾക്ക് അറിയാം. ആ ആക്സിഡന്റില് 5 പേരാണ് ഒരു കുടുംബത്തിലെ മരണപ്പെട്ടത്. 6 പേര് ആ കുടുംബത്തിലെ രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ രക്ഷപ്പെട്ട 6 പേരെയാണ് ഞാനിപ്പോ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തന്നത്. അവര് കോയമ്പത്തൂരിൽ നിന്നും പാലക്കാടുള്ള അവരുടെ ബന്ധു വീട്ടിലേക്ക് പോകുമ്പോഴാണ് ആക്സിഡന്റ് സംഭവിച്ചത്. അതിൽ ICUയിൽ കിടക്കുന്ന ഒരു താത്താനെ, ഞാൻ ആദ്യം കാണിച്ച ICUയിൽ കിടക്കുന്ന ആ താത്തായുടെ നില വളരെ ഗുരുതരാണ്. അത് മാത്രമല്ല, ആ താത്താന്റെ ഒരു മകനും ഒരു ചെറിയ ഒരു കുഞ്ഞും ആ ആക്സിഡന്റിൽ മരണപ്പെട്ടു. 2ാമതായിട്ട് ഞാൻ കാണിച്ചെന്ന താത്താന്റെ 2 കുട്ടികളാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ 4ാമതായിട്ട് ഞാൻ കാണിച്ചെന്ന ആ താത്താടെ ഒരു കുട്ടിയും മരണപ്പെട്ടു. അത് മാത്രമല്ല, ഇവരുടെയൊക്കെ വല്യമ്മ, ആ വല്യമ്മയും ഈ ആക്സിഡന്റിൽ മരണപ്പെടുക. അങ്ങനെ ഒരു കുടുംബത്തിലെ 5 പേരാണ് ഈ ആക്സിഡന്റിൽ മരണപ്പെട്ടത്. 6 പേര് രക്ഷപ്പെടുകയും ചെയ്തു. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറയുന്നവരുടെ നിലയൊക്കെ ഗുരുതരമാണ്. ഞാൻ കാണിച്ചു തന്നതുപോലെ, അതിൽ പറഞ്ഞ പോലെയാണ് അവരുടെയൊക്കെ അവസ്ഥ. വളരെ സാധാരണക്കാരായിട്ട് ജീവിക്കുന്ന ഒരു കുടുംബമാണ്. എല്ലാവരും വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ്. എന്റെ അടുത്ത് നിൽക്കുന്നതൊക്കെ അവിടെ കിടക്കുന്ന ആ രോഗികളുടെ ഭർത്താക്കന്മാരാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളാണ്. വീടുകൾ കയറി തുണി വിൽക്കുകയും അതുപോലെ തന്നെ കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ 40 ലക്ഷം രൂപയാണ് ഈ ആശുപത്രിയിൽ അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ആവശ്യം വന്നിരിക്കും. ഇത്രയും വലിയ ഒരു സംഖ്യ ഇല്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്കൊക്കെ വരുന്നത്. കഴിയുന്ന ആളുകളൊക്കെ ഈ കുടുംബത്തെ സഹായിക്കണം. അത്രമാത്രം ദയനീയമാണ് ഇവരുടെ സ്ഥിതി. കഴിയുന്ന രീതിയിലൊക്കെ ഏകദേശം ആക്സിഡന്റ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നാട്ടുകാരുടെ സഹായം കൊണ്ടാണ് അവർ ഈ രീതി വരെയൊക്കെ എത്തിയത്. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ 40 ലക്ഷം രൂപ ആവശ്യമുണ്ട്. അതുകൊണ്ട് കഴിയുന്ന ആളുകൾ ഈ കുടുംബത്തെ സഹായിക്കണം. കാരണം 5 ജീവനുകളാണ് ഒരു കുടുംബത്തിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇനി ഈ 6 ജീവനെ നിലനിർത്തുകയും വേണം എന്നുള്ളൊരു സ്ഥിതിയാണ്. 5 ജീവൻ നഷ്ടപ്പെട്ടിട്ട് ട്രീറ്റ്മെന്റിന് പോലും പൈസ ഇല്ലാതെയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ കുടുംബം വന്ന് നിൽക്കുന്നത്. കഴിയുന്ന ആളുകളൊക്കെ ഇവരെ സഹായിക്കണം. ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് നമ്പർ ഞാൻ ഇതിന്റെ മുകളിൽ വെക്കുന്നുണ്ട്, ഇവരുടെ ഫോൺ നമ്പർ വെക്കുന്നുണ്ട്. എല്ലാവരും അതിൽ വിളിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങൾ കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും.